ഹലോ ഹലോ. എനിക്ക് നമ്മള് കുറച്ച് ദിവസമായി കാണുമല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതെ, കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട്. അതെ, അപ്പം എന്താ പറയാ, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മുടെ കാർ വ്ലോഗിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, നമ്മളിപ്പം കുറച്ച് ദിവസം കൊണ്ട് ബൈക്കിലാണ് യാത്ര. അതുകൊണ്ട് നമ്മള് വ്ലോഗ് ചെയ്യാനേ മറക്കുന്നു. ബൈക്ക് ആകുമ്പോഴത്തേക്ക് നമ്മള് ഫോൺ എടുക്കാനേ മറക്കും. ഞങ്ങള് സംസാരിച്ച് അങ്ങ് പോവുക. അതെ, കാര്യം എടുക്കുമ്പോ ബുദ്ധിമുട്ടാ, എടുക്കാൻ ഭയങ്കര പാടാ. കാറിൽ ഇരുന്ന് നമ്മൾ എടുക്കുന്നത് പിന്നെ എളുപ്പം കേട്ടോ. ബൈക്കിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും എടുക്കാം. പക്ഷെ നമ്മള് സംസാരിച്ചങ്ങ് പോകും ഓരോ കാര്യങ്ങൾ, അല്ലേടാ? അതെ, പക്ഷേ ഞാനും പറയാ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് സാർ പോകുന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. നമ്മുടെ വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞല്ലോ സർവീസ് ചെയ്തത്. നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയില്, എനിക്കൊന്ന് ലാസ്റ്റ് നമ്മുടെ വീഡിയോയില് സർവീസ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ സർവീസ് ചെയ്തിട്ട് നമ്മൾ ഇതേവരെ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. വാഷിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പുറത്താണ് വാഷ് ചെയ്യുന്നത്, അവിടെ വാഷ് ചെയ്യാറില്ല. പുറത്ത് കൊടുത്ത് നമ്മൾ വാഷ് ചെയ്യത്തുള്ളൂ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ വാഷ് ചെയ്യാനായിട്ട് പോകും കേട്ടോ. പോകുന്നത് നമ്മുടെ തെറ്റിക്കുന്നിൽ കാർ സർവീസിലേക്ക് പോവുകയാണ്. പള്ളിമണ്ണുള്ള തെറ്റിക്കുന്നിൽ കാർ വാഷ് അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മള് കൊട്ടിയം വഴിയാണ് കേട്ടോ പോകുന്നത്. അതാ കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒരു പ്രാവശ്യം അയത്തിൽ വഴി പോവാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അയത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു ഈ വഴി പോയാൽ ചിലപ്പോ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചാ ഈ വഴി പോവാന്ന്. അല്ല, അയത്തില് ബ്ലോക്കാ. അത് ശരിയാ, അയത്തില് ബ്ലോക്കാണ്. അതുകൊണ്ട് ഇതുവഴി പോയാൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മള് പഴയാറ്റുംകുഴി എത്തിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. പള്ളിമുക്കൊന്നും ബ്ലോക്ക് ഇല്ല. ഞങ്ങൾ തന്നെ ആലോചിച്ചു പഴയാറ്റുംകുഴിയിൽ ഇത് എന്ത് പറ്റി. അപ്പോഴാണ് സൈഡിലൊക്കെ ഉള്ള കടക്കാരെ എല്ലാം ഒഴിപ്പിച്ചോണ്ടിരിക്കുക. കടക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മള് പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. കടക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അതാ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. മറ്റേ അല്ലാതെ കുഞ്ഞി തട്ടുകടകൾക്ക് സെറ്റ് ചെയ്തും അല്ലേ, പിന്നെ അതുപോലെ തന്നെ റോഡില് മീൻ കച്ചവടം ഒക്കെ നടത്തുന്നവരെയൊക്കെ ഒഴിപ്പിക്കുവാണ്. അതെ, കംപ്ലീറ്റ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്ക് തോന്നുന്നൊരു എന്താ പറയാ, ഒരു അതിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഒഴിപ്പിക്കുന്നതിനെതിരെ. സത്യത്തിൽ അത് കോർപ്പറേഷന്റെ വസ്തുവാണ്. അതായത് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ തന്നെ ഇതാണ്, നമ്മൾ ആ പോകുന്ന സ്ഥലമല്ല. അപ്പൊ അത് കുറച്ച് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ സൗകര്യം കൂടും, പാർക്കിംഗ് ഏരിയ കൂടും. അത് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം അതൊക്കെ, അപ്പൊ അത് കൂടും. ഇപ്പൊ നമ്മള് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇപ്പോൾ കൊട്ടിയം ജംഗ്ഷൻ എത്തിയില്ല. ജംഗ്ഷൻ എത്താറാവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മള് ഫ്ലൈ ഓവർ കഴിഞ്ഞു. എനിക്കിപ്പോ ഉമ്മേനല്ലൂര് അറിയത്തതേ ഇല്ല, പണ്ടൊക്കെ അറിയായിരുന്നു. ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി ഉമ്മേനല്ലൂര് കഴിഞ്ഞ ആക്ച്വലി. ഇന്ന് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കും. ലെഫ്റ്റ് എടുത്താലേ നമുക്ക് കൊട്ടിയത്ത് നിന്ന് കണ്ണനല്ലൂർ റൂട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഈ ഫ്ലൈ ഓവർ കയറി പോയി കഴിഞ്ഞാൽ കൊട്ടിയം കഴിഞ്ഞാൽ അപ്പുറം പോകും. ആക്ച്വലി ഇപ്പൊ നോക്കി കുട്ടിയും ജംഗ്ഷൻ എത്താറല്ല, ESA എടുത്തെത്തി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ നമുക്ക് പോവാം. സൈഡിൽ കൂടെ ആ ഓടയുടെ ആ ഒരു ഗ്യാപ്പില്ല, അതിലേക്കൂടെ ബൈക്കുകാർക്ക് കയറി പോവാം. പിന്നെ നമ്മള് പല വഴികളും കണ്ടുപിടിച്ചു പോയിട്ടുണ്ട്. കണ്ണനല്ലൂർ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മള് കൊട്ടിയത്ത് വരുമായിരുന്നു. ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു 3 ഹമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്ലോ ചെയ്യാൻ വേണ്ടിയാ മെയിൻ. അതെ, പക്ഷെ ബൈക്കുകാരൊന്നും സ്ലോ ചെയ്യത്തില്ല, അവര് റൈഡിന് പോകുന്ന നടക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ കണ്ട ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കണ്ണനല്ലൂർ റൂട്ടിൽ കയറി. കണ്ണനല്ലൂർ റൂട്ട്. ഇവിടെ ഒരു അടിപൊളി ചിപ്സ് കടയുണ്ട്. മലബാർ ചിപ്സ്. അയ്യോ, എടുക്കാൻ പറ്റി. മലബാർ ചിപ്സ് ലൈവായിട്ട് ചിപ്സ് മേടിക്കുന്ന ഒരു കട കേട്ടോ. നമ്മള് മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അവിടുത്തെ കുഴപ്പം നല്ല ടേസ്റ്റ്. പക്ഷെ ഇതിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഉണ്ടായിരുന്നു, നമ്മുടെ മാടനടയിലുള്ള. അത് പൂട്ടിപ്പോയി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് പൂട്ടിപ്പോയി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുക. അത് തുടങ്ങിയ സമയത്ത് അടിപൊളിയായിരുന്നു, ഞങ്ങൾ മേടിക്കുകയും ചെയ്യുമായിരുന്നു. അത് എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ അതിന്റെ ഓർഡറെ കണ്ടായിരുന്നു. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടകൾക്കുള്ള സപ്ലൈ ഉണ്ട്. അപ്പൊ ഈ കടയില് സെയിൽ നടക്കുന്നതിനെക്കാട്ടി അവർക്ക് അതാ കൂടുതലുള്ളത്. അപ്പൊ വെറുതെ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരങ്ങനെ ആക്കിയതാ. അങ്ങനെ നമ്മൾ തെറ്റിക്കുന്ന് കാർ വാഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 700 മീറ്ററേ ഉള്ളൂ കേട്ടോ. 2 വഴിയുണ്ട്. ഒരു വഴി വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, മറ്റേ വഴി വരാൻ നല്ല രസം. പക്ഷെ അവിടെ ഈ സ്ഥലമൊക്കെ അടിപൊളിയായിട്ടാ, കാണാനൊക്കെ നല്ല ഭംഗിയാ. 2 വഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു വഴി വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വണ്ടി വരാൻ പറ്റത്തില്ല, അടി തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ടൂ വീലേഴ്സ് ആയിരിക്കും ആ വഴി വരാൻ ബെറ്റർ ആയിട്ടുള്ളത്. അതെ, ഈ സൈഡും അത് തന്നെ വയലാ, 2 സൈഡും വയലാ. 2 സൈഡും വയലാ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ചെറിയൊരു ബോർഡ് ഇരിപ്പുണ്ട്, തെറ്റിക്കുന്നിൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരു ബോർഡ്. തെറ്റിക്കുന്നിൽ കാർ വാഷ്. ഇതിലേക്ക് നമ്മൾ റൈറ്റ് തിരിയാൻ. സൈഡിൽ ഒരു തോടും അതേപോലെ തന്നെ സൈഡിൽ പാടം. ഓക്കെ ചേച്ചി,
ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്ന കേട്ടോ. കണ്ടതാ ഇതുവഴി ഇങ്ങനെ ഈ കുഞ്ഞു വഴി ഇങ്ങനെ വണ്ടിയൊക്കെ വരും കേട്ടോ. എല്ലാ വണ്ടിയും വരും, വലിയ വണ്ടി എല്ലാം വരുന്ന വഴിയാ. ലോറിയൊക്കെ വരുന്നുണ്ട് ഇവിടെ വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഇതുവഴി ഇങ്ങനെ കയറി വരിക, അടിപൊളി. കുറെ നാൾ മഴയൊക്കെ പെയ്തിട്ട് ആദ്യമായിട്ടോ ഇതുവഴി വരുന്നത്. മഴ പെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഇതുവഴി വന്നത് ആക്ച്വലി. അപ്പൊ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അടിപൊളി. നല്ല തണുപ്പ് കേട്ടോ ഇവിടെ. നമ്മളവിടെയൊക്കെ ഭയങ്കര ചൂടല്ലേ, ഇവിടെ അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇതിലെ കൂടെ നല്ല രീതിയിൽ വെള്ളം പോകുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, തോട്ടി കൂടെ നല്ല വെള്ളം പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ സ്ഥലമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ട്. ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്നതാ. റബ്ബർ ഉണ്ട് ഇവിടെ. റബ്ബർ കൃഷി. നമ്മുടെ അവിടെ റബ്ബർ ഇല്ല. ഇവിടെ വരുമ്പോ വലിയ അത്ഭുതം. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ഭുതം. അച്ഛന്റെ അപ്പച്ചിയുടെ വീട്ടില് ചെങ്ങന്നൂര, അവിടെ ഇത് കണക്ക് അടിപൊളിയാ. നമ്മുടെ തെറ്റിക്കുന്നിൽ കാർ വാഷിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് തെറ്റിക്കുന്നിൽ കാർ വാഷ്. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറാൻ പോവുകയാണ്. അത്യാവശ്യം ഇതാണ് കേട്ടോ തെറ്റിക്കുന്നിൽ കാർ വാഷ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. മുതലാളി തോന്നി നിൽക്കുന്നു ഗൈസ്. അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാ വണ്ടി എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഒരു മഴ. എന്ത് ചെയ്യാനാ, അതേ മഴയായിപ്പോയി. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വാരി പുറത്തിട്ടിട്ട് ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തം ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുക. അകത്തെല്ലാം മണ്ണും പൊടിയൊക്കെ ഉണ്ട്. സീറ്റ് ഉൾപ്പെടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ഇൻറ്റീരിയർ എല്ലാം സീറ്റ് ഉൾപ്പെടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ നാളായി നമ്മൾ ഇൻറ്റീരിയർ ആദ്യം ചെയ്യുന്നത്. ഡിക്കിയൊക്കെ എക്സ്ട്രാ നീറ്റാണ് കേട്ടോ. ഫ്രണ്ടിനകത്തൊന്നും ഇല്ലാത്തൊന്നുമില്ല. അതൊക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ഇളക്കി കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്ന. ഫുള്ള് മൊത്തത്തിൽ അരിച്ച് വിളക്കി ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ ടയറൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ കംപ്ലീറ്റ് മാറ്റുക. ഇതിനകത്തൊന്നും ഇല്ല. കംപ്ലീറ്റ് നമ്മൾ മൊത്തത്തിൽ എടുത്ത് മാറ്റുക. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ എക്സ്ട്രാ വല്ലതും കിട്ടുമോ നോക്കണം. ഇതിനകത്ത് ആദ്യം അണ്ടർ ബോഡി വാഷ് ചെയ്യുക കേട്ടോ. അണ്ടർ ബോഡി ഫോം ചെയ്ത് വാഷ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്കുണ്ട് അടിയിൽ. കുറേ നാളായില്ലേ നമ്മൾ ഈ അണ്ടർ ബോഡി കോട്ട് ചെയ്തിട്ട് തന്നെ കുറച്ചായി. അപ്പോൾ അത് ഫുള്ള് ആദ്യം തന്നെ നമ്മുടെ അലോയ്സും അണ്ടർ ബോഡിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി ചെയ്തിട്ട് വാഷ് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് വാഷ് ചെയ്തോണ്ടിരിക്കും. ഇത്തിരി സൗണ്ട് കൂടുതലായിരിക്കും കണ്ടോ. ആദ്യം അണ്ടർ ബോഡിയാണ് വാഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി വാഷ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്ലൂബിക്കുട്ടനെ ഇപ്പം ഫോം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഗ്രാഫൈൻ കോട്ടിങ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മൈൽഡ് കെമിക്കലുള്ള ഇതിട്ടാണ് ഫോം വാഷ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫോം വാഷാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത്. വണ്ടി കഴുകുന്നോണ്ട് ഇരിക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. വണ്ടി കഴുകുന്ന ഇരിക്കാൻ സ്ഥലം ഉണ്ടായതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇരിക്കാൻ. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ടയറ്, നമ്മുടെ സ്പെയർ ടയർ, കൊട, വണ്ടി, എല്ലാ സാധനമുണ്ട്. കുറച്ച് പഴയ എൻ്റെ കുറച്ച് ജീൻസ് ഉണ്ട്. അത് എവിടെയെങ്കിലും കൊടുക്കണം. അത് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള അതും ഇതിരിക്കുക. അടിപൊളി. അപ്പം നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മൊത്തം തീർന്നിട്ട് ഇറങ്ങാമെന്ന് വെച്ചിരിക്കുക. പെട്ടെന്ന് തീരും. ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് ഇപ്പം വണ്ടി അണ്ടർ ബോഡി നല്ലോണം ചെയ്ത് ഫോം വാഷ് ചെയ്ത് ഇനിയിപ്പോൾ അകത്ത് ക്ലീൻ ചെയ്താൽ മാത്രം മതി. വാക്സൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മൊത്തം വാഷും കഴിഞ്ഞ കേട്ടോ. അടിപൊളിയായി. കണ്ണാടിപൊളിയായി കണ്ട എല്ലാം കാണാൻ പറ്റുന്നില്ലേ. അത് മൊത്തം ഫുള്ള് വാഷ് കഴിഞ്ഞ് കംപ്ലീറ്റ് സാധനം കഴിഞ്ഞ്. പക്ഷെ ഇപ്പോൾ വണ്ടി നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അണ്ടർ ബോഡി നമ്മൾ ഇവിടെയാണ് ചെയ്തത്. അതുകൊണ്ട് അണ്ടർ ബോഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, മീൻസ് ഇത്ര നാളായില്ലേ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഡാമേജസോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത്. ഒരു കുഴപ്പമില്ല, പക്കയാണ്. വണ്ടി അടിപൊളിയായിട്ട് നീറ്റായി. ഇൻറ്റീരിയറൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇൻറ്റീരിയർ ചെയ്തതിൻ്റെയൊക്കെ. കണ്ട ഇൻറ്റീരിയറൊക്കെ ക്ലീനായി. നമ്മളെ സീറ്റ് ഉൾപ്പെടെ എല്ലാം നല്ല അടിപൊളി മണമായി. അങ്ങനെ നമ്മൾ തെറ്റിക്കുന്നിൽ കാർ വാഷ് ചെയ്യുന്ന സർവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി അടിപൊളി സൗണ്ട് കാരണം സംസാരിക്കാൻ പറ്റും കേട്ടോ. അകത്ത് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പക്ക ക്ലീൻ. അടിപൊളിയായി. സ്വർഗ ബാബ സ്വർഗം.
അതെ, സൂപ്പറായി അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സത്യം പറയല്ലേ, നമ്മുടെ കാറിനൊരു ശ്വാസം കിട്ടിയാണ്. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടും കഴിയില്ലായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ കഴുകുന്നത് ആക്ച്വലി. പക്ഷെ നമ്മള് വീട്ടിൽ ഇട്ട് കഴിവേല് ഇത്രയും നമുക്കങ്ങ് ഇവര് ചെയ്യുന്ന കണക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യമുണ്ട്, നമ്മളെ എപ്പോ ഇവിടെ വന്നറിയോ, നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ ഇവിടെ. അതെ, നമ്മൾ അത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വരണമെങ്കിൽ സർവീസും ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എല്ലാം ഉണ്ട്, മാടനടയിലോട്ട് ഇറങ്ങിയ തന്നെ ഒരെണ്ണമുണ്ട്, അതും കളഞ്ഞിട്ട് ഇവിടെ വരണമെങ്കിൽ വീടിന്റെ വാതിൽ തന്നെ 2 എണ്ണം. അതെ, അതിനെക്കാട്ടി എന്ത് അടിപൊളിയായിരിക്കും ഇത്. അതെ, അതുകൊണ്ട് മാത്രമേ സർവീസ് അതല്ല കാരണത്തോട്ട് അടിച്ചിട്ട് കേറിയിട്ടുള്ള മണം ഉണ്ടല്ലോ, അടിപൊളി അടിപൊളി. എനിക്ക് ഈ ആംബുലൻസിൽ ഇട്ട് നമ്മുടെ വണ്ടിയുടെ 2 ഫോട്ടോ എടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമെങ്കിൽ 2 ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കിട്ടില്ല ആംബിയൻസ് കേട്ടോ, ഇവിടുത്തെ സ്ഥലമൊക്കെ അടിപൊളിയാണ്. സർവീസും പക്ക സർവീസ് കേട്ടോ, അടിപൊളി. പിന്നെ ഒരു ഇച്ചിരി കഞ്ചഷനാണ്, റോഡ് ഇച്ചിരി കഞ്ചഷനാന്ന് വെച്ചാൽ അവിടെ വലിയ വണ്ടിയൊക്കെ വരും കേട്ടോ, അത്യാവശ്യം വലിയ വണ്ടികളെല്ലാം വരും. ഇവിടെ ലോറിയൊക്കെ വരാറുണ്ട്, ഇന്നലെ എല്ലാം ലോറിയൊക്കെ ഉണ്ടായിരുന്നു. ട്രാവലർ നമ്മൾ ഇന്നലെ വിളിച്ചു ചോദിച്ചു ഇന്നലെ വരാൻ, അപ്പൊ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു, പക്ഷെ നമ്മള് രാവിലെ എത്തിയില്ല, ലേറ്റ് ആയി പോയി. അന്നത്തേക്ക് വേറെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അടിപൊളിയാക്കി ചെയ്തു. ഇപ്പൊ 3 മണിയായി, നമ്മളിവിടെ എത്തിയ സമയം വെച്ച് നോക്കുമ്പോ കുറച്ചായി. പക്ഷെ അതേപോലെയാണ് കേട്ടോ അവര് വാഷ് ചെയ്ത്. നമ്മളിവിടെ അണ്ടർബോഡി ഫസ്റ്റ് അണ്ടർബോഡി ചെയ്ത് ഇവിടെ. അതെ, അണ്ടർബോഡി എന്ന് വെച്ചാൽ അണ്ടർബോഡിയിൽ നമ്മളിപ്പോ ചെയ്തിട്ട് എനിക്ക് ഒന്ന് 5 മാസം കഴിഞ്ഞു. സാധാരണ നമ്മൾ അണ്ടർബോഡി ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ഇടയ്ക്ക് നോക്കണം, ചിലയിടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോവാറുണ്ട്. പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല, അണ്ടർബോഡിയിൽ ഒരിടത്ത് പോലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ നീറ്റ് എന്ന് പറഞ്ഞാൽ പക്കാ നീറ്റാണ്, അടിപൊളിയാക്കി ഇട്ടേക്കുക. ഞങ്ങളിപ്പം അണ്ടർബോഡി കയറ്റി നോക്കി. ഈ സ്ഥലമൊക്കെ ഇവിടെ ഇത് കിളിച്ച് നിൽക്കുന്നോണ്ടാണ് കാണാൻ തന്നെ അടിപൊളിയാട്ടോ. പിന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, വേറൊരു സംഭവമുണ്ട്. നമ്മൾ അവിടുന്ന് പോയിട്ട് ഇഷ്ടംപോലെ വയനയില നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് വയനയിലേക്ക് പിച്ചെടുത്തു കേട്ടോ, അടിപൊളി. അത് നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ പിച്ചെടുത്തല്ല കേട്ടോ, ചോദിച്ചിട്ട് വെച്ചതാ. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര കുഞ്ഞല്ല കേട്ടാ, ഇത് നല്ല വലിയ ഇല, അടിപൊളിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഇപ്പം കിട്ടുന്നില്ല. അപ്പം വയനയില ഇപ്പം അത് വയനയില കണ്ടപ്പോഴത്തേക്ക് വയനയില ഇപ്പൊ കഴിക്കാൻ കൊതിയായി. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റിക്കുന്നിൽ കാർ വാഷിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. അതെ, അപ്പൊ നേരെ ഇങ്ങനെ വന്നാൽ മതി. നല്ല സർവീസ്. അണ്ടർബോഡി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്, 2 ദിവസം എടുക്കും. നിങ്ങൾ ഇന്ന് വൈകിട്ട് കൊണ്ട് വണ്ടി വിട്ടിട്ട് അങ്ങ് പൊക്കും, ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടിടാൻ സേഫ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്തു. ഇട്ടതിന് ശേഷം നേരെ പോവുക, അടിപൊളിയായിട്ട് അവര് എടുത്ത് കഴുകി വൈകുന്നേരം ആകുമ്പോൾ കഴുകി ഇട്ടേക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഉണങ്ങി നല്ല വണ്ടി നല്ല ഉണങ്ങി അടിപൊളിയായിട്ട് കിടക്കും. നല്ല ഉണക്ക് വന്നതിന് ശേഷം മാത്രം അണ്ടർബോഡി ചെയ്തു. ചെയ്തിട്ട് ഒക്കുമെങ്കിൽ നിങ്ങൾ ആ ദിവസം രാത്രിയിലോ വൈകിട്ടോ വന്ന് എടുക്കാവുള്ളൂ. കാര്യം വേറെ നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആവണം. ഉണങ്ങി സെറ്റായി വണ്ടി നല്ല രീതിയിലാവണം. അടിപൊളി ആയാല് അതിനകത്ത് കാര്യമുള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. നീറ്റായിട്ട് കിട്ടണം. നമ്മുടെ വണ്ടിയാ ചിലപ്പോ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പൈസക്ക് പെട്ടെന്ന് അടിച്ചു തരുന്ന സംഭവങ്ങളുണ്ടാവും. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്നു. നമ്മളെപ്പോഴും ഇത്രയും പൈസ ചെലവാക്കി എടുക്കുന്ന ഒരു വണ്ടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതേ കണക്ക് നീറ്റായിട്ട് ചെയ്യുന്നിടത്ത് തന്നെ ചെയ്യണം. ചെയ്യുന്നല്ല, സമയം എടുത്ത് ചെയ്യുന്നത് തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പൊ നമ്മള് പെട്ടെന്ന് അടിച്ചിട്ട് ഇപ്പൊ നമുക്ക് വേണോന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയാൽ അത് ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്ന വഴിക്ക് മണ്ണൊക്കെ കയറി പിടിക്കും, അത് ഡാമേജ് വരും. എല്ലാരും പറയും പുതിയ വണ്ടിക്ക് അണ്ടർബോഡി വേണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് അണ്ടർബോഡിയും ചെയ്യും. വീട്ടില് ഫിഗോ എടുത്ത സമയത്തും അണ്ടർബോഡി അത് ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടാണ് ഇറക്കിയത്. നമ്മുടെ വണ്ടിയിൽ എന്ത് വർക്കാ ചെയ്തത് നമുക്ക് അവരുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അവരും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ അവരുടെ വീഡിയോസിനകത്ത് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് കംപ്ലീറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാ ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് മേടിച്ചോണ്ട് പോവാം. പക്ഷെ അണ്ടർബോഡി ആണെങ്കിൽ പറ്റത്തില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പായിട്ട്. അപ്പൊ നമ്മളിപ്പം കറക്റ്റ് വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് പാളയത്തോടം പഴവും കൂടെ മേടിക്കണം, കാരണം നമ്മൾക്ക് വൈനിയിലേപ്പം ഉണ്ടാക്കണം. അതെ, അതുകൊണ്ട് പഴമില്ല, പാളയത്തോടം പഴം വെച്ചാ ഉണ്ടാക്കുന്നത്. അപ്പൊ അതും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഈവനിങ് സ്നാക്സ് റെഡിയാവും. അതെ, അപ്പൊ നമ്മളിപ്പോ വൈനയിലേപ്പം തയ്യാർ. സാധാരണ കുറെ അടുത്തൊക്കെ കാണുന്നത് കുഞ്ഞു വൈനയില, പക്ഷെ ഇത് നല്ല വലിയ വൈനയില. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പോയി പാളയത്തോടവും പഴവും മേടിച്ച് വീട്ടിലേക്ക് പോയി സാധനം ഉണ്ടാക്കി കഴിക്കാം. അതെ, ഓക്കെ. അപ്പം സാധനം ഉണ്ടാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മള് വീട്ടില് വന്ന് വൈനയിലേപ്പം ഉണ്ടാക്കി കേട്ടോ. വലിയ ഇല ഞങ്ങൾ ഇങ്ങനെയാ ചെയ്തത്, നല്ല ടേസ്റ്റ് ഉണ്ട്.
കുറെ നാളുകൂടി ഇപ്പം വൈനയിലപ്പം കഴിക്കുന്നത്. എങ്ങനെയുണ്ട് വൈനയിലപ്പം? കേൾക്കാനൊക്കെ പറ്റും. ഇവിടെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് അമ്മ ചായ ഇട്ട് ബിസ്ക്കറ്റ്. ഞാൻ ഇത് കഴിച്ചോണ്ട് ഞാൻ 2-3 ബിസ്ക്കറ്റേ കഴിച്ചോളൂ. ഞാനിപ്പം കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളു.